ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറച്ച് നാളിന് ശേഷം ഞാൻ വീണ്ടും എത്തി. ഇന്ന് എൻ്റെ ഒരു ചെറിയൊരു ഡേ ഔട്ട് വീഡിയോ ആണേ. ലണ്ടനിലാണ് കറൻലി നിൽക്കുന്നത്. ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഡേ ഔട്ട് വ്ളോഗ്. ഞങ്ങളിവിടെ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടി വന്നേക്കാണേ. ഞാൻ അതിന് മുന്നേ 2 വട്ടം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും ചെയ്യാറില്ല, പക്ഷേ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ തോന്നി. അപ്പോൾ റേജിനും കൂടി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കളേഴ്സ് സെലക്ട് ചെയ്യാം. നമുക്കിങ്ങനെ കുറേ കളർ പാലറ്റ്സ് ഒക്കെ തരും കേട്ടോ. അതിൽ നമുക്ക് നെയിൽ സെലക്ട് ചെയ്യാം. നോക്കട്ടെ, ഞങ്ങൾ നെയിൽസ് ചെയ്ത കളറൊന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു കളർ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ സ്റ്റിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും ഏകദേശം എന്തായാലും ഒരേ കളറായിട്ട് മിക്കാറും ചൂസ് ചെയ്യുക. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ റെഫറൻസ്. റേജിൻ പൊക്കിക്കൊണ്ടുവന്ന റെഫറൻസാണേ. തിരിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്തായിരിക്കും എന്ന് ഞങ്ങൾക്ക് അറിയില്ല. കളർ നല്ല അങ്ങനെ നെയിൽസ് ഒക്കെ ചെയ്തു കേട്ടോ. എൻ്റെ ഒരു സെയിം കളറ് കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പാത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ലണ്ടനിലെ ഹാലോവിൻ തീമിലുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ. നമ്മൾ ഹാലോവിൻ ചെറുതായിട്ടൊരു പംകിൻ പാച്ച് പോലെ പോകുന്നുണ്ട്. അതായത് പാർട്ടിക്ക് പോകുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. പാത്തു വന്നു, അതിനുശേഷം സ്വപ്ന വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഹാമർസ്മിത്തിൽ നാൻഡൂസി വെച്ച് മീറ്റ് ചെയ്തു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോകുന്നത്. നമ്മളിപ്പോൾ പംകിൻ പാച്ചിൽ പോകുകയാണേ. ഹാലോവിൻ്റെ സ്പെഷ്യൽ ആയതുകൊണ്ട് നമുക്ക് അവിടെ പോയി നിന്ന് പംകിൻ്റെ ഒക്കെ എടുത്ത് ഫോട്ടോ എടുക്കാം, നമുക്ക് പറിക്കാം, അങ്ങനെയൊക്കെ. അപ്പോൾ 5 മണിക്കത്തെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തായിരുന്നു. ഹാലോവിൻ ടൈമിൽ ഇതേപോലത്തുള്ള പാച്ചുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ പോയത് ലണ്ടൻ ഹോൺസ്ലോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ആ എൻട്രൻസിന് ശേഷം അവിടെ ഒരു ടിക്കറ്റ് ചോദിക്കുന്ന ഒരു കൗണ്ടർ ഉണ്ട്. ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യായിരുന്നു. ഒരാൾക്ക് അറൗണ്ട് ഒരു 6 പൗണ്ടിൻ്റെ അടുത്തായിരുന്നു കേട്ടോ. നമ്മൾ പംകിൻ ബാച്ചിലാട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ, പക്ഷെ അടിപൊളിയായിട്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുക. കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഈ കാണുന്ന ബെഡ്ഷീറ്റ് ഗോസ്റ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ഹീറോ. ഞങ്ങളത് വെച്ച് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. എല്ലാവരും ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ലൈറ്റ് പോകുന്ന വരെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് മാറിയത്. നമ്മൾ പംകിൻ ബൈറ്റ്സിൻ്റെ അടുത്ത് ലൈറ്റ് ആയിട്ടോ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ. ഇവിടെ കുറച്ച് പംകിൻ്റെതായിട്ട് വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്, നമുക്ക് നോക്കാം. കണ്ടോ, ഇവിടെ പല വെറൈറ്റീസ് ഓഫ് മത്തങ്ങയുണ്ട് കേട്ടോ. ചെറുത്, വലുത്, ഡാർക്ക് കളർ, യെല്ലോ കളറ്, മിക്സ്ഡ് ആയിട്ടുള്ള കളറ്, അതുപോലെ വെയിറ്റും സൈസും അനുസരിച്ച് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകാം കേട്ടോ. എന്നിട്ട് അവിടെ പേ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി പേ ചെയ്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഇവിടെയുള്ള ആൾക്കാർ കുറേ പേര് ഇതേപോലെ നോക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ട്രോളിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. ഇവർ വീട്ടിൽ പോയിട്ട് നമ്മുടെ ഈ ഗോസ്റ്റിൻ്റെ ചിത്രം അവർ കാർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് കേട്ടോ. അതെന്താ കർവ് ചെയ്യുന്ന വെക്കുന്നതെന്ന് വെച്ചാൽ ഈ ഐറിഷ് കൾച്ചറായിരുന്നു. ഒരു സിൻജി ജാക്ക് എന്ന് പറഞ്ഞൊരു ആള് ഇതിൽ കൂടെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഹെല്ലിലും പാരഡൈസിലും കയറാതെ. അതുകൊണ്ട് ആ പുള്ളി വരും അതിനെ പീഡിപ്പിക്കാൻ എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഈ ഒക്ടോബർ മാസം ലാസ്റ്റ് ഇതേപോലെ ഹാലോവിൻ ആഘോഷിക്കുന്നത്. അത് പിന്നീട് ലണ്ടൻ, എല്ലായിടത്തേക്ക് അമേരിക്ക, അങ്ങനെ കുറേ ഇടത്തേക്ക് വൈഡായിട്ട് വളരെയാണ് ചെയ്തത്. ലൈറ്റ് വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്തു. ഹലോ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹാറ്റൻ ക്രോസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മുടെ ഹീത്രൂ എയർപോർട്ടിൻ്റെ ഒക്കെ ഇപ്പുറത്തെ സ്റ്റോപ്പാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു കാറ് റെൻറ്റിന് വേണ്ടി എടുക്കാൻ നിൽക്കുകയാണ്. രാവിലെ ഞങ്ങളെല്ലാവരും വലിയ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഞങ്ങൾ രാവിലെ എണീറ്റപ്പോൾ പെട്ടെന്നുണ്ടായ പ്ലാനാണ്. ആരും കാണാത്ത 2 സ്ഥലമായിരുന്നു, ബാത്തും സ്റ്റോൺ ഹെഞ്ചും. അപ്പം ഞങ്ങൾ അങ്ങനെ അവിടേക്ക് പ്ലാൻ ഇട്ടു.
സ്റ്റോൺ ഹേജ് കാണാൻ പോവുകയാണേ. സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഈ ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു മിസ്റ്റീരിയസ് എന്നും പറയാം, അങ്ങനെയുള്ളൊരു പ്ലേസാണേ. മിസ്റ്റീരിയസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് നമ്മളവിടെ സ്റ്റോൺ ഹേജിൻ്റെ അവിടെയുള്ള ഒരു ടൈപ്പ് വീടാണ് കേട്ടോ. ഒരു പ്രത്യേക ടൈപ്പ് ചെറുതാണ്, ലോക്ക്ഡാണ്, അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. വീട് ലോക്ക്. ആദ്യത്തെ വീട് ലോക്കായിരുന്നെങ്കിലും ബാക്കി എല്ലാ വീടും തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നോക്കുമ്പോൾ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങളും കയറി നോക്കി കേട്ടോ. പണ്ടത്തെ ആൾക്കാർ കിടന്നുകൊണ്ടിരുന്ന വീടാണ്. അപ്പോൾ അവിടുത്തെ ആ കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ നടക്കണം കേട്ടോ. പക്ഷെ നല്ല വ്യൂ ഉള്ളൊരു പ്ലേസ് ആയിരുന്നു. ഞങ്ങൾ 1 കിലോമീറ്റർ നടന്നിട്ടാണ് കറക്റ്റ് പോയിന്റിൽ എത്തിയത്. ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് സ്റ്റോൺ ഹേജിലാണ് കേട്ടോ. ഇത് നമ്മുടെ വൺ ഓഫ് ദി ഹിസ്റ്റോറിക് ആൻഡ് മിസ്റ്റീരിയസ് പ്ലേസ് എന്ന് കൂടി പറയാതെ. ഇതൊരു 5000 ഇയേഴ്സ് മുമ്പ് പണിതതാണ്. ഒരു 1000 ഇയേഴ്സോളം പണിതു എന്ന് പറയുന്നു. അതുപോലെ പണിത് ആരാ എന്നുള്ളത് ഒരു മിസ്റ്ററിയാണ്, നമുക്കറിയില്ല. അതുപോലെ കുറേ ഹിസ്റ്ററി ഇതിൻ്റെ ചുറ്റുമുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാരെ പണിതത് നമുക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, സയൻറ്റിസ്റ്റ് ഒക്കെ പറയുന്നത് ഇത് എവിടെ നിന്നോ മൂവ് ചെയ്തതാണ്, ഇവിടെ ഉണ്ടാക്കിയതല്ല, ഈ സ്റ്റോൺ ഇവിടെ ഉണ്ടായതല്ല, എവിടെ നിന്നോ ഒരു വിസാർഡ് വഴി മൂവ് ചെയ്തതാണെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ന്യൂ സയൻറ്റിഫിക് റിസർച്ച് പ്രകാരം പറയുന്നത് ഇത് പണ്ട് വെയിൽസിലുണ്ടായിരുന്ന സംഭവമാണ്. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. പക്ഷേ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് വണ്ടേഴ്സിൽ വരുന്ന സംഭവമാണ്. കുറേ പേര് ഇത് കാണാൻ ടിക്കറ്റ് എടുത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ഞങ്ങൾ ലേറ്റ് ആയിട്ടോ. അതുകൊണ്ട് ബാത്ത് എത്തിയപ്പോഴേക്കും ഡാർക്ക് ആയിട്ടുണ്ടായിരുന്നു, ഇരുട്ടായി പോയി. ബാത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ലണ്ടനിൽ നിന്ന് അറൗണ്ട് ഒരു 2 hours ജേർണി ഉണ്ട് ബാത്ത് എന്ന് പറഞ്ഞ സ്ഥലം. ബാത്ത് ഫുട്നി ബ്രിഡ്ജാണ് കേട്ടോ ഇത്. ആ നൈറ്റ് അവിടുത്തെ വെതർസ്പൂണിൽ വെച്ച് ഞങ്ങൾ പാത്തുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു.